പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ തൂഫാൻ ഐക്യദാർഢ്യ ക്യാമ്പ് ആരംഭിക്കുന്നു. മജസ്റ്റിക് ജുവല്ലേഴ്സ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോലീസ് എക്സൈസ് വിഭാഗത്തിന്റെ സഹകരണത്തോടെ 3 മാസം നീണ്ടു നിൽക്കുന്ന തൂഫാൻ ഐക്യദാർഢ്യ ക്യാമ്പയിൻ ആരംഭിക്കാൻ പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ കേന്ദ്ര കമ്മിറ്റി അർദ്ധവാർഷിക പ്രതിനിധി സഭ തീരുമാനിച്ചു. ക്യാമ്പയിൻ കാലയളവിൽ വാർഡ് ജാഗ്രതാ സമിതികൾ രൂപീകരണം, ക്യാമ്പസ് തല ബോധവൽക്കരണം, കുടുംബയോഗങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. PCWF ജനസേവന കേന്ദ്രം ക്യാമ്പയിന് നേതൃത്വം നൽകും. പൊന്നാനി ആസ്ഥാനമായി പുതിയൊരു ജില്ല എന്ന ആവശ്യവുമായി മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിലും പ്രവാസ ലോകത്തും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും OK ഉമ്മർ സ്മാരക ആംബുലൻസ് പുറത്തിറക്കാനും പ്രവാസി മീറ്റ് 2026 സംഘടിപ്പിക്കാനും PCWF മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച് എല്ലാ അംഗങ്ങൾക്കും ബോധവൽക്കരണം നടത്താനും ഭവന നിർമ്മാണ പദ്ധതിക്കായി ചാലഞ്ചുകൾ സംഘടിപ്പിക്കാനും തീരുമാനമായി. പുത്തൻപള്ളി റോയൽ പാലസിൽ നടന്ന അർദ്ധവാർഷിക പ്രതിനിധി സഭ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ ഉദ്ഘാടനം ചെയ്തു. CS പൊന്നാനി അധ്യക്ഷത വഹിച്ചു. CV മുഹമ്മദ് നവാസ് ആമുഖ പ്രഭാഷണം നടത്തി. പ്രവർത്തന റിപ്പോർട്ട് N ഖലീൽ റഹ്മാനും സാമ്പത്തിക റിപ്പോർട്ട് ആടാട്ട് വാസുദേവൻ മാസ്റ്ററും അവതരിപ്പിച്ചു. തുടർന്ന് റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ നടന്നു. മുനിസിപ്പൽ പഞ്ചായത്ത് GCC തല ഗ്രൂപ്പ് ചർച്ചകൾക്ക് ഭാരവാഹികൾ നേതൃത്വം നൽകി. P കോയക്കുട്ടി മാസ്റ്റർ, T മുനീറ, E ഹൈദരലി മാസ്റ്റർ, രാജൻ തലക്കാട്ട്, PM അബ്ദുട്ടി, റഷീദ് അറക്കൽ, G സിദ്ദിഖ്, ആയിഷ ഹസൻ, അബ്ദുൽ ജലീൽ കുന്നനയിൽ, ഫാത്തിമ, ഷഹീർ ഈശ്വരമംഗലം എന്നിവർ സംസാരിച്ചു. അഷ്റഫ് മച്ചിങ്ങൽ സ്വാഗതവും ലത S വിജയൻ നന്ദിയും പറഞ്ഞു. ഈ PCWF എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് കേട്ടിരുന്നെങ്കിലും അതിന്റെ പ്രവർത്തന ശൈലിയും സമ്പ്രദായവും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് നടന്ന ആ യോഗത്തിൽ വെച്ചാണ്. ഞാൻ പെരുമ്പടപ്പ് പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഘടനയാണോ എന്നാണ് ഞാൻ ആദ്യം തന്നെ നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ പൊന്നാനിയിൽ വെച്ച് നടന്നപ്പോഴാണ് ഇത് ഒരു വലിയ വടവൃക്ഷമാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്.